ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ബ്രൗണിയുടെ ഒരു ഡീറ്റെയിൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 9 ഇഞ്ചിൻ്റെ സ്ക്വയർ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 മുട്ടയാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അതും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ യൂസ് ചെയ്യണം. ഫ്രിഡ്ജിൽ വെച്ച മുട്ട മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. ഫ്രിഡ്ജിൽ വെച്ച മുട്ട യൂസ് ചെയ്താൽ നമുക്ക് ഈ ഒരു പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഞാനിത് അവിടെ ഒരു 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതുപോലെ ബൗളിലൊന്നും വെള്ളത്തിൻ്റെ അംശവും പാടില്ല കേട്ടോ ഗൈസ്. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. നിങ്ങളുടെ ഹാൻഡ് വിസ്ക ഉള്ളതെങ്കിൽ അത് ഉപയോഗിച്ചൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. കാരണം ഇത് കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെ അങ്ങ് പഫായിട്ട് നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് ബീറ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് കേട്ടോ 1/4 കപ്പ്. ആ മധുരം മതി. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽട്ടാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പഞ്ചസാര മെൽട്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് എഗ്ഗും പഞ്ചസാരയും കൂടെ പിന്നെ ബീറ്റ് ചെയ്യാൻ നിൽക്കരുത്. പഞ്ചസാര ഒന്ന് മെൽട്ടാവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് അതൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ തൊട്ട് നോക്കിയ തരിതരിപ്പ് ഉണ്ടെങ്കിൽ അത് മെൽട്ടായിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അത് മെൽട്ടാവുന്നത് വരെ ഒന്ന് ആക്കുക. ഈ ടിപ്പൊക്കെ എനിക്ക് കിട്ടിയത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ്. ഞാൻ സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് പിന്നെ എൻ്റേതായ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയും കൂടെ ആഡ് ചെയ്തേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കുപ്പി കാലിയായത് കാരണം ഞാൻ എല്ലാം കൂടെ അങ്ങ് കമത്തിയേ ഉള്ളൂ. അതും കൂടെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒന്ന് മണ്ടത്തരം പറ്റി കേട്ടോ. ഞാൻ ആദ്യം തന്നെ കൊക്കോ പൗഡറാണ് ചോക്ലേറ്റിന് പകരം ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 2-2.5 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 125 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ടിട്ട് നന്നായി മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് നന്നായി ചൂടാറിയിട്ടുണ്ട്. അതും കൂടെ നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്ററിയിലെ അതായത് നമ്മുടെ ചോക്ലേറ്റ് ബാറ്റർ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി തന്നെ ഇരിക്കണം കേട്ടോ. അത് ഒരുപാട് കട്ടയാവരുത്. ഇങ്ങനെ ലൂസായി തന്നെ ഇരിക്കണം. അഥവാ കട്ടയായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇട്ടിരിക്കുന്ന ബട്ടറിൻ്റെ അളവ് കുറവാണെന്നാണ്. എനിക്ക് അബദ്ധം പറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. ബട്ടർ കുറവായാൽ അത് കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായി ബീറ്റ് ചെയ്യാം. അതുപോലെ ഈ ചോക്ലേറ്റിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടിയാണ് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ബാറ്ററി ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാൻ. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ഒരു സാധനമേ ഉള്ളൂ. വേറെ ഒന്നല്ല, മൈദയാണ് കേട്ടോ. നമുക്ക് 1 കപ്പോളം മൈദ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പക്ഷെ ഞാനെടുത്ത മോൾഡ് ഇവിടെ ചെറുതായിപ്പോയി. അത് കാരണം തന്നെ അത് എല്ലായിടത്തേക്കും തെറിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇച്ചിരി വലിയൊരു പാത്രം നോക്കി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പണിയൊക്കെ കിട്ടും ഗൈസ്. പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കി വരുമ്പോഴേക്കും നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളത് ഹാൻഡ് വിസ്ക ഉള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് ബീറ്റ് ചെയ്താലും മതി കേട്ടോ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ മിക്സർ ഉള്ളത് കൊണ്ടാണ്, ഹാൻഡ് മിക്സർ ഉള്ളത് കാരണമാണ് ഞാനത് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി വരുന്നത് ഇങ്ങനെ ഇട്ട റിബൺ പോലെ വീഴും. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുക. പക്ഷെ വേറുള്ളവരൊക്കെ ഇതിനേക്കാളും തിക്കായിട്ട് ബ്രൗണിയുടെ ബാറ്റർ റെഡിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് ദ ബെസ്റ്റ് എന്ന് തോന്നിയ ഒരു റെസിപ്പി ഇതാണ് കേട്ടോ. അത് കാരണം ഞാൻ ഇതാണ് നിങ്ങൾക്കും വേണ്ടി കാണിച്ചു തരുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും നല്ല വൃത്തിയിൽ ശ്രദ്ധിച്ച് അതേ അളവിൽ തന്നെ എടുത്താൽ നിങ്ങൾക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രൗണി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ബ്രൗണി മിക്സ് നമ്മളുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതും 40 മിനിറ്റാണ് കേട്ടോ ഗൈസ്. എനിക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വന്ന സമയം എന്ന് പറയുന്നത് 40 മിനിറ്റാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ ബാറ്ററും നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൂലയിലൊക്കെ എത്തിയിട്ടില്ല കേട്ടോ. സത്യത്തിൽ ആ മൂലയിലൊക്കെ ബ്ലാങ്കായി കിടക്കുന്നുണ്ടോ. ഇനി നമ്മൾ എല്ലാത്തിലേക്കും ഇതെടുക്കണം. അപ്പോഴേക്കും എൻ്റെ പാത്രത്തിലുള്ളതെല്ലാം ഞാൻ വടിച്ചതിലിടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ അതിൽ എയർ ബബിൾസ് ഫോം ആയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായി ടാപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കാൻ. ഇല്ലെങ്കിൽ എയർ ബബിൾസ് അതിനകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഓട്ട വീണിട്ട് ഒരു രസം ഉണ്ടാവില്ലേ നമ്മുടെ ബ്രൗണി കാണാനായിട്ട്. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അത് ബബിൾസ് പോയാൽ തന്നെ നമ്മുടെ എയർ ബബിൾസ് ഫുള്ളും തീർന്നു. അങ്ങനെ ഞാൻ നമ്മളിത്
പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിലേക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ 180 ഡിഗ്രിയിൽ 40 മിനിറ്റ് നമ്മുടെ ബേക്ക് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ അട്ടിപ്പൊളി നല്ല സൂപ്പർ ജ്യൂസി ആയിട്ടുള്ള ബ്രൗണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം ഗൈസ്. ബൈ.